നിയമസഭാ മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അങ്കത്തട്ട്. ഇന്ന് അങ്കത്തട്ട് ചർച്ച ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചവറ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. RSPയുടെ ഉരുക്കുകോട്ട എന്നാണ് ചവറ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുന്നത്. 1977 മുതൽ 1996 വരെ ബേബി ജോൺ ആയിരുന്നു അവിടുത്തെ MLA. ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് RSPക്ക്. മാത്രവുമല്ല, പല ആവർത്തി RSP നേതാക്കന്മാരെ നിയമസഭയിൽ എത്തിച്ചതും ചവറയിൽ നിന്നുമാണ്. 2001 RSPയിൽ പിളർപ്പ് ഉണ്ടായതിനു ശേഷം ഷിബു ബേബി ജോൺ മത്സരിച്ച് നിയമസഭയിലേക്കെത്തി. 2006 കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഷിബു ബേബി ജോണും NK പ്രേമചന്ദ്രനും തമ്മിലായിരുന്നു മത്സരം. അതായത് ഇടതുപക്ഷത്തോടൊപ്പം നിന്ന NK പ്രേമചന്ദ്രനും വലതുപക്ഷത്തോടൊപ്പം നിന്ന ഷിബു ബേബി ജോണും തമ്മിലുള്ള മത്സരത്തിൽ NK പ്രേമചന്ദ്രൻ വിജയിച്ച് നിയമസഭയിലെത്തി മന്ത്രിയായി. 2011 വീണ്ടും NK പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തി ഷിബു ബേബി ജോൺ വിജയിച്ചു മന്ത്രിയാകുന്നു. അങ്ങനെ വലിയ തരത്തിൽ RSPകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ശേഷം പിന്നീട് 2016 ഇവർ തമ്മിലുള്ള മത്സരം അവസാനിക്കുകയും 2016 2021 RSPയെ മണ്ഡലം കൈവിട്ടു. ഇപ്പോൾ വീണ്ടും മത്സരത്തിലേക്ക് വരുമ്പോഴേക്കും RSPയും ഒപ്പം തന്നെ സുജിത് വിജയൻപിള്ള എന്ന ഇടതു സ്വതന്ത്രനും തമ്മിലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത്. രണ്ടായിരത്തി 1096 വോട്ടുകൾക്കാണ് ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടത്. അത് മണ്ഡലത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ പ്രശ്നങ്ങളായിരുന്നു. അതായത് ചില സമുദായങ്ങൾ മണ്ഡലത്തിൽ RSPയെ കൈവിട്ടു. അതിൻ്റെ ഫലമായിട്ടാണ് അന്ന് ഷിബു ബേബി ജോണിന് പരാജയം ഉണ്ടായത്. ഈ തവണ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ഷിബു ബേബി ജോൺ. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് മേൽക്കൈ ലഭിച്ചു. അതായത് കൊല്ലം കോർപ്പറേഷൻ്റെ 7 വാർഡുകളും 5 പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് ചവറ നിയമസഭാ മണ്ഡലം. ഇവിടെ വലിയ തരത്തിലെ വിജയം കൊയ്യുവാൻ UDFന് കഴിഞ്ഞു. ആ പ്രതീക്ഷയാണ് ഇപ്പോൾ UDFന് ഉള്ളത്. പ്രത്യേകിച്ചും RSPയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശീയരായ തൊഴിലാളികൾ വളരെ അധികമുള്ള മേഖല. അതിനുമപ്പുറം മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട മത്സ്യ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന നിരവധിയായ തൊഴിലാളികളുണ്ട്. ഇതിനെല്ലാം ഉപരിയായി പരമ്പരാഗത മേഖലയിൽപ്പെട്ട കയർ ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾ ഉൾപ്പെടുന്നതും ഈ മേഖലയിലാണ്, അല്ലെങ്കിൽ ചവറ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ചവറയിൽ ഇരു വിഭാഗങ്ങളും, അതായത് LDFും UDFും വലിയ തരത്തിലുള്ള വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. കേവലം 1096 വോട്ടുകൾക്കാണ് കഴിഞ്ഞ പ്രാവശ്യം UDFന് മണ്ഡലം കൈവിട്ടതെങ്കിൽ ഇത്തവണ അത് തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ള ഉറച്ച പ്രതീക്ഷയുമുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ചവറ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഏകദേശം 20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അന്ന് NK പ്രേമചന്ദ്രന് ലഭിച്ചത്. ആ ഭൂരിപക്ഷവും ഇപ്പോഴത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ കണക്കുകളും കൂട്ടിയാണ് UDF ഇവിടെ വിജയം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇരു മുന്നണികളും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരിക്കും ചവറയിൽ നടക്കുക. ഡോക്ടർ സുജിത് വിജയൻപിള്ളയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ് ഡോക്ടർ സുജിത് വിജയൻപിള്ള. അതിനുപരി എടുത്തു വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. പ്രത്യേകിച്ചും അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ള അവകാശവാദമാണ് ഇപ്പോൾ LDF ഉന്നയിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ പൊരിഞ്ഞ പോരാട്ടത്തിന് ചവറ വഴിവെക്കുമെന്നുള്ളത് ഉറപ്പാണ്.